നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏകദേശം ഒരു 2 ദിവസം മുൻപാണ് തോന്നുന്നു എനിക്ക്. നമ്മുടെ പ്രായിരി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഉൾപ്പെട്ട ചാമക്കാട് പാളയം റോഡിൽ ഒരു റോഡ് പണി നടന്നു. അതിൽ റോഡ് പണി നടന്നിരുന്നു. അതിനുശേഷം ആ റോഡ് പണിയിൽ ടാറ് നല്ലവണ്ണം ഉപയോഗിച്ചിട്ടില്ല, മറ്റേ വേസ്റ്റ് ഓയിലോ മറ്റോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് സംശയത്താൽ നാട്ടുകാർ ഇടപെട്ട് ആ റോഡ് പണിത റോഡ് പൊളിച്ചു മാറ്റി രണ്ടാമതും പൊളിച്ചു മാറ്റി അവിടുത്തെ വാർഡ് മെമ്പറും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ സാദിഖ് ഉൾപ്പെടെ ഭരണപക്ഷത്തെ 2-ാം വാർഡ് മെമ്പറായ സാദിഖ് 2-ാം വാർഡ് മെമ്പറും അതുപോലെ തന്നെ പ്രായിരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ സാദിഖും അവിടുത്തെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ആളുകൾ വന്ന് ആ പൊളിച്ചു മാറ്റി വീണ്ടും റീവർക്ക് ചെയ്തു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ആ വീഡിയോ ചെയ്യുന്നത്. അത് ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ റോഡ് പണിത 2 ദിവസം മുമ്പ് റോഡ് ഈ നല്ല ടാറ് മറ്റും നല്ലവണ്ണം ഉപയോഗിച്ചിട്ടില്ല. അതായത് വീഡിയോയിൽ കാണാൻ പറ്റും, വേസ്റ്റ് ഓയിൽ ഉപയോഗിച്ചിട്ട് ടാർ പണിതത്, അതിൽ പല അപാകതയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റോഡ് പൊളിക്കുന്നതാണ് ആദ്യത്തെ വീഡിയോയിൽ കാണുന്നത്. 2 വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 3 വീഡിയോ ഉണ്ട്. രണ്ടാമത് കാണുന്നത് ആ ടാർ പൊളിച്ച ശേഷം പുതിയ റീവർക്ക് നടത്തുന്ന വീഡിയോയും കൂടിയുണ്ട്. ആദ്യം നമുക്ക് ആ ടാറ് റോഡ് പണിച്ച ശേഷം അതിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞ ശേഷം ആ റോഡ് പൊളിക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇതിൻ്റെ നേട്ടം എനിക്ക് പിന്നാന്ന് വന്നു. പക്ഷെ നീ കാണുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് അക്കടിച്ച് പോയില്ലേ? കണ്ണാ ഞാൻ പോയാ അപ്പം ഞാൻ മെല്ലെ പോട്ടെ. ഇനി കാണാൻ പോകുന്നത് ആ റോഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ റോഡ് പൊളിച്ച് രണ്ടാമതും റീവർക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതിൽ ശരിക്കും അവിടുത്തെ വാർഡ് മെമ്പർ പ്രായിരി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അതിൽ 2-ാം വാർഡ് മെമ്പറും അതുപോലെ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റുമാണ്. പ്രായിരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റുമാണ് അദ്ദേഹം. വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ സാദിഖ് ശക്തമായി തന്നെ അതിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞ ശക്തമായി ഇടപെട്ടിട്ട് തന്നെ ആ റോഡ് പൊളിപ്പിച്ച് വീണ്ടും റീവർക്ക് ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അതിൽ ഇടപെട്ടു, നന്നായി തന്നെ അദ്ദേഹം ഇടപെട്ടു.
ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ മറ്റോ ഞാൻ വീഡിയോ കണ്ടു. അതനുസരിച്ച് ആ വീഡിയോ കണ്ട അനുസരിച്ച് ഞാൻ ഇന്ന് അവിടെ ഈ 2ാം വാർഡിൽ അദ്ദേഹത്തെ കാണാൻ പോയത്. അദ്ദേഹം ഉടൻ തന്നെ എന്നെ ഞാൻ നാട്ടുകാർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ മെമ്പർ അദ്ദേഹത്തിന് കാണണമെന്ന് പറയുകയും ആ നാട്ടുകാരൻ ഈ മെമ്പറെ ഉടനെ വിളിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം എന്നെ കാണാൻ വന്നു കാണാൻ വരിക എന്നത് തന്നെ അദ്ദേഹം എന്നെ കാണാൻ വന്നു. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ അത് വളരെ നല്ല കാര്യമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെ. അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. സാധാരണ അങ്ങനെ ആരും പ്രതികരിക്കില്ല. ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അത് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുന്നത് പൊളിച്ച് മാറ്റിയിട്ട് 2ാമത് റീവർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് 2ാമത് കാണാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, ഇതാണ് 2ാമത് പഴയ റോഡ് പൊളിച്ചാൽ ഈ റോഡ് പണി നടന്നതിൽ ആദ്യത്തെ റോഡ് പണി നടന്നതിൽ അപാകത ഉണ്ടെന്ന് പറഞ്ഞ് പൊളിച്ച് മാറ്റി 2ാമത് റീവർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. ഇനി 3ാമത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടു നോക്കാം. അദ്ദേഹം എന്നോട് സംസാരിച്ചതാണ്. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ അവിടുത്തെ എന്താ നടന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പ്രതികരിച്ച വീഡിയോ കൂടി കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ പ്രായരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എൻ്റെ പേര് സാദിഖാണ്. നമ്മൾ ഈ റോഡ് ചാമക്കാട് പാളയം റോഡ് ഏകദേശം 2005 ഇവിടെ നോക്കി കാണാം. 2005 അന്നത്തെ മെമ്പർ KG വിമലകുമാരിയായിരുന്നു ഈ വാർഡിൻ്റെ മെമ്പർ. അന്ന് നമ്മുടെ ധനകാര്യ മിനിസ്റ്ററായിരുന്ന ശങ്കരനാരായണൻ അനുവദിച്ച ഒരു റോഡായിരുന്നു 2005. അതിന് ശേഷം പിന്നെ ഒരു മെയിൻ്റനൻസ് ഫണ്ടും മറ്റുള്ളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കുറേ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിൽ വന്ന ശേഷം കിട്ടിയ ഫണ്ട് വെച്ചിട്ടാണ് പരമാവധി നമ്മൾ ചെയ്തത്. അതിൽ ആദ്യത്തെ വെച്ച് തന്നെ ഈ ജലജീവൻ മിഷൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് 2 സൈഡും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് മാറ്റിയത് കുടിവെള്ളമായി പ്രശ്നമായതുകൊണ്ട് ഇവിടെ ഫുൾ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇട്ടു. ആ പൈപ്പ് ലൈൻ ഇട്ടതിൽ റീസോൾവേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ കരാറുകാരൻ ചെയ്തില്ല. അതിനുവേണ്ടി എനിക്ക് തന്ന ആദ്യത്തെ ഫണ്ട് 495 അതിന് മാത്രമായിട്ട് 2 സൈഡും റീസോൾവേഷൻ ചെയ്തിട്ടാണ് ചെയ്തത്. 2ാം ദിവസം കിട്ടിയത് 3,45,000 ഉറുപ്പികയാണ് മെയിൻ്റനൻസ് റോഡിനായിട്ട് കിട്ടിയത്. ഈ മെയിൻ്റനൻസ് റോഡ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഈ റോഡാണ് അന്ന് പ്രപ്പോസലായിട്ട് റോഡിന് പേര് കൊടുത്തത് ചാമക്കാട് പാളയം റോഡിനാണ്. ആ പാളയം റോഡ് കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ അതിൽ നേരത്തെ തുടങ്ങി വെച്ച് തന്നെ കുറച്ച് കോൺക്രീറ്റും കുറച്ച് ടാറിങ്ങുമാണ്. ആ കോൺക്രീറ്റും ടാറിങ്ങും എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫണ്ട് കൊണ്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം വരുന്നതാണ് ഈ ഇത് വരുന്നത്. പക്ഷേ ചാമക്കാട് എത്തണമെങ്കിൽ 1.5 കിലോമീറ്റർ, 1 കിലോമീറ്ററിൽ 1,300, 1 കിലോമീറ്റർ അടുത്ത് 1.5 കിലോമീറ്റർ അടുത്താണ് ഈ റോഡ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അറിയാം. എനിക്ക് കിട്ടിയ ഈ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അയാൾ കരാറുകാരൻ കഴിഞ്ഞ 2022-23 ഫണ്ടാണ്. 22-23 ഫണ്ടാണ്. ഈ കരാറുകാരൻ ഫാസിൽ എന്ന വ്യക്തിയാണ് ഈ കരാർ ഏറ്റെടുത്ത് കുറേ ആദ്യത്തെ 495 ആച്ചങ്ങ് അയാൾ വർക്ക് ചെയ്തു. ഈ റീസോൾവേഷൻ 2 സൈഡും പൈപ്പ് ലൈനിൻ്റെ വെട്ടിപ്പൊളിച്ചതിന് മാറ്റാൻ വേണ്ടി ആ പണി ചെയ്തു. അതിനുശേഷം ബാലൻസ് പൈസ ഈ റോഡിൻ്റെ ടാറിങ് ആയതുകൊണ്ട് അവർക്ക് ഈ എമൗണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ മോഴികുളം 7ാം വാർഡിലെ മോഴികുളം റോഡിന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആയത്. അന്നേ ദിവസം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പ്ലാന്റ് കൊണ്ടുവന്നു. മോഴികുളത്ത് പ്ലാന്റ് കൊണ്ടുവന്നു. അവിടെ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യാൻ പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ചെയ്തോളേം പറഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ അവൻ ചെയ്തു വരുന്നത് 4:30-5 മണിക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് നേരത്തെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിയത് 4-4:30ക്കാണ്. അപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ ഒരു ടൂർ പ്രോഗ്രാം 2 മാസം മുമ്പിൽ ടൂർ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉൾപ്പെടെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ എയിനോടും ഈ കരാറുകാരോടും പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ടാവില്ല, തൽക്കാലം വർക്ക് നിർത്തിവെക്കി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അവൻ അന്ന് രാത്രി തന്നെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം വർക്ക് ചെയ്തു.
ഈ അപാകത എന്നുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായി നോക്കാൻ നമ്മൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിന് ടെസ്റ്റ് മറ്റുള്ളതൊക്കെ അയച്ചു കൊടുക്കുന്നത്. ടാറിങ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള അപാകത അവർ പറഞ്ഞ ചൂടാണ്, ചൂടിൽ കൂടിയതുകൊണ്ട് സംഭവിച്ചാണ്, പ്ലാന്റിൽ ചൂട് കൂടിയെന്ന്. പിന്നെ വേറെ പല രൂപത്തിലും റൂമറുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണിത്. അപ്പം തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇവിടെ എത്തിയ ഉടൻ തന്നെ സംഭവങ്ങളെല്ലാം വിവരമായി അറിഞ്ഞു. എല്ലാം അടിയന്തരമായിട്ട് അതേ സമയത്ത് തന്നെ ഭരണസമിതി വിളിച്ചു കൂട്ടിയിട്ട് പ്രതിപക്ഷവും ഉൾപ്പെടെ ഈ 7-ാം വാർഡത്തെ മോഹനായിട്ട് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്ന് നാട്ടുകാരും എല്ലാവരും വിളിച്ചിട്ടാണ് ഈ സംഭവം ഇതിൽ അപാകത ഉണ്ടെന്ന് കണ്ടെത്തി ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഒരു ഭാഗം മുഴുവൻ പൊളിക്കണം പൊളിക്കാൻ പറഞ്ഞു. പക്ഷേ വൈകുന്നേരം എനിക്ക് ഉച്ചയ്ക്ക് ഈ മണ്ണ് പൊളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് നമ്മൾ പോലീസിനെ വിളിക്കേണ്ടി വന്നത്. പോലീസ് വന്ന് പറഞ്ഞു പൊളിച്ച് മാറ്റി നീക്കം ചെയ്തിട്ട് വീണ്ടും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. ആരും പരാതി കൊടുത്തില്ല. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് 2-ാം ദിവസം തന്നെ ഈ വർക്ക് മുഴുവനായി പൊളിച്ച് മാറ്റി ഈ റോഡിപ്പോൾ കാണുന്ന നല്ല രൂപത്തിലുള്ള റോഡാക്കി ടാറിങ് 3:45 ഇവിടുന്ന് ഏകദേശം 300 മീറ്റർ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് കുറേ ഉണ്ട്. ഈ ടാറിങ്ങിൻ്റെ ഇടയിലൊക്കെ കോൺക്രീറ്റാണുള്ളത്. ആ കോൺക്രീറ്റുകളൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫണ്ടിൻ്റെ. അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത, പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടം ഈ വിവരം അറിഞ്ഞ് ഞാൻ നേരത്തെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് MLAക്ക് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ നാട്ടുകാരുടെ എല്ലാ ഇതിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെയ്തതിൽ 2-ാം വാർഡ് മെമ്പർ നിലയ്ക്കും ഭരണസമിതി അംഗം നിലയ്ക്കും നന്ദിയും കടപ്പാടും MLAനെ അറിയിക്കുന്നു. ഇതിപ്പോൾ 40 ലക്ഷം രൂപ AIC കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഇന്ന് എടുക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ സെക്രട്ടറിയും AIയും എല്ലാം കൂടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് TS ആക്കി ഈ മാസം അവസാനിക്കുന്നതിന് അതിൻ്റെ ഓർഡറായിട്ട് വർക്ക് തുടങ്ങും എന്നാണ് പറയാനുള്ളത്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഒരു കാര്യം ഒരു വിട്ടുവീഴ്ചയും ആരുടെ മുമ്പിലും തലകുനിക്കാനോ ഒന്നും ഇതില്ല ചെയ്യില്ല. കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം. ഞാൻ രാഷ്ട്രീയമായിട്ട് ജീവിതം വന്നത് തന്നെ എഡ്ലോഡിൻ്റെ ചുമട്ടുതൊഴിലാളി ആയിട്ടാണ് ഞാൻ വന്നത്. ചുമട്ടുതൊഴിലാളി രംഗത്ത് നിന്ന് വന്നിട്ടാണ് ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ഈ വാർഡിനെ പിടിച്ച് കോൺഗ്രസിൻ്റെ 20-ാമത്തെ വർഷത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. UDFൻ്റെ പഞ്ചായത്ത് ഇതാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിൽ നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരോടും ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്. വേറെ മറ്റുള്ള ഒരു ആക്ഷേപം പലവരും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് എന്തായാലും അത് ആ വഴിക്ക് പോട്ടെ. അന്വേഷണത്തെ എന്തായാലും ഇത് അന്വേഷിക്കാൻ വേണ്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിന് AIനെ കൊണ്ടും മറുപടി ചോദിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചുള്ളത്, അതിൻ്റെ ഇത് മറുപടി വേണം പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതും കിട്ടും. അതുപോലെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതും കിട്ടുന്ന മുറയ്ക്ക് ഭരണസമിതി പൂർണ്ണമായും തുടർ നടപടിയായിട്ട് മുന്നോട്ട് കൊണ്ടും എന്ന് മാത്രമേ ഞങ്ങളോട് അറിയിക്കാൻ കഴിയൂ. എന്തായാലും അദ്ദേഹം ഒരു ജനകീയനാണ്. അദ്ദേഹം ജനകീയനായ ഒരു വാർഡ് മെമ്പറും കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് തിരുനെല്ലായി മോഴുവലം റോഡിനെ കുറിച്ചാണ്. ഏകദേശം ഒരു മാസം മുൻപാന്ന് തോന്നുന്നു, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് വീഡിയോ ചെയ്തു. വളരെ ഒരു പരിതാപകരമായ ഒരു പരിതാപകരമാണത്. ഈ റോഡിൻ്റെ അവസ്ഥ ഏകദേശം 3-4 വർഷത്തോളമായിട്ടുള്ള അവസ്ഥയാണത്. ഒരു ഇരുചക്ര വാഹനത്തിനെ കൊണ്ട് പോകാൻ പറ്റില്ല. അത്രയും ഇടിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. മഴ പെയ്ത് പിന്നെ പറയും വേണ്ട. പല വാഹനങ്ങൾ കൂടി ഇപ്പോൾ ഞാനും അതിൽ പോകുന്ന സമയത്ത് പല പ്രാവശ്യം ആ ചെളിക്കുണ്ടിൽ വീണിട്ട് എൻ്റെ 2 വീലർ വീണിട്ട് ഞാൻ വീഴാൻ പോയിട്ടുള്ള എനിക്ക് അനുഭവമുണ്ട്. 3-4 വർഷമാണെന്ന് തോന്നുന്നു എനിക്ക്. ബഹുമാനപ്പെട്ട അവിടുത്തെ എനിക്ക് ഏതാ വാർഡ് എനിക്കറിയില്ല, അവിടുത്തെ വാർഡ് മെമ്പറായാലും മെമ്പറെ ദയവ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കും നിങ്ങൾ. ഈ സാദിഖ് എന്ന് പറഞ്ഞ മെമ്പറെ കണ്ടുപിടിക്കും നിങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജനകീയനായിട്ടൊരു വാർഡ് മെമ്പറാണത്. താങ്കൾ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കും നിങ്ങൾ. എത്രയും പെട്ടെന്ന് തിരുനെല്ലി മോഴുവലം റോഡൊന്ന് ശരിയായി കൊടുത്തൂടെ? താങ്കൾ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കൂ. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഇദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള ഒരു മെമ്പർ തന്നെയാണ് അദ്ദേഹം. അതിൽ യാതൊരു സംശയമില്ല. എന്തിനു നമ്മൾ ഒരാളെ ജയിപ്പിച്ചു വിടുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ ജനപ്രതിനിധിയല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ?
അവിടെ നാട്ടുകാരെന്താ ബഹുമായിട്ട് നാട്ടുകാരെങ്കിലും ദയവ് ചെയ്ത് പ്രതികരിക്കൂ. റോഡ് നന്നാക്കി തരാൻ നിങ്ങൾ ആ വാർഡ് മെമ്പറെ കണ്ട് സംസാരിക്കൂ, ഈ റോഡ് നന്നാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട മെമ്പറെ, എത്രയും പെട്ടെന്ന് ആ റോഡ് തിരുനെല്ലി മോഴിവില റോഡിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഒന്ന് ടാറിട്ട് അറ്റ്ലീസ്റ്റ് നടക്കാനുള്ള എന്താ പറയുക, ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ നടന്നു പോകാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഉണ്ടാക്കിയെടുക്കും തന്നെ ഞാൻ ആ റോഡ് തിരുനെല്ലായി മോഴിവില റോഡ് നന്നാക്കി എടുക്കും തന്നെയാണ്, ശരിയാക്കി കൊടുക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുത്തൂടെ? മഴ പെയ്യില്ല, താങ്കൾക്ക് അറിയായിരിക്കും, താങ്കൾക്ക് അറിയില്ലേ അവർ മഴ പെയ്ത് എത്രത്തോളം അവസ്ഥയും കണ്ടില്ലേ? ഒരു ഇരുചക്ര വാഹനം പോകാൻ പറ്റില്ല. ഞാനും പലതവട്ടം അവിടെ ആ റോഡിൽ അതിലേ പോകുന്ന സമയത്ത് ആ ചെളിക്കുണ്ടിൽപ്പെട്ട് റോഡിൽ കുഴിയിൽപ്പെട്ട് ഞാനും വീഴാൻ പോയിട്ടുള്ള വ്യക്തി കൂടിയാണ്. എൻ്റെ അനുഭവമാണത്. ഒരുപക്ഷെ അവിടെ നാട്ടുകാർ താങ്കളോട് പറയില്ലായിരിക്കും, ഒരു പേടി കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലും താങ്കളൊന്ന് ശരിയാക്കി കൊടുക്കൂ. ഞാൻ വീണ്ടും ആവർത്തിക്കണം, ഇദ്ദേഹം 2ാം വാർഡ് മെമ്പറെ കണ്ടു താങ്കൾ പഠിക്കൂ. താങ്കൾ ഒരു ജനകീയനായിട്ടുള്ള മെമ്പറായിട്ട് മാറും താങ്കൾ.